ചാപ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അറിയാം 9ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠമായ ഏരിയയെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ ആ രണ്ട് തിയറം പഠിച്ചത്. എന്താണ് ആദ്യത്തെ തിയറം? എന്താണ്? അതായത് രണ്ട് ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ലൈൻ ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ആവ് ഈക്വൽ ഏരിയ. അതായത് എന്ത് പറയുന്നത്, എന്താണ് ഒരേ ബേസും തേർഡ് വെർട്ടെക്സ് എന്താണ് ഈ ബേസിന് പാരലൽ ലൈൻ കിടക്കുന്ന ട്രയാങ്കിൾസിന്റെ ഏരിയ എന്താണ് ഈക്വൽ ആണ് നമ്മൾ പഠിച്ചത്. അതാണ് നമ്മൾ ആദ്യം പഠിച്ച തിയറം. പിന്നെ രണ്ടാമത് പഠിച്ച തിയറം എന്താണ് പറയാം? ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് ചെയ്യുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ ആ ട്രയാങ്കിളിന്റെ ഏരിയയും ആ ഓപ്പോസിറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഒരേ റേഷ്യയിൽ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഈ രണ്ട് തിയറമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓർമ്മയുണ്ട് എല്ലാവർക്കും? അതായത് ആദ്യത്തെ തിയറം എന്താണ്? ട്രയാങ്കിൾസ് വിത്ത് സെയിം ബേസ് ആൻഡ് തേർഡ് വെർട്ടെക്സ് ലൈൻ ഓൺ എ ലൈൻ പാരലൽ ടു ദ ബേസ് ഓഫ് ഈക്വൽ ഏരിയ. അതായത് എന്താണ് ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിന് എന്താണ് ഒരേ ബേസും തേർഡ് വെർട്ടെക്സ് എന്താണ് ബേസിന് പാരലൽ ലൈൻ ആണ് കിടക്കുന്നെങ്കിൽ ആ ട്രയാങ്കിളിന്റെ എല്ലാ ഏരിയ എന്താണ് സെയിം ആണ് നമ്മൾ പഠിച്ചു. പിന്നെ രണ്ടാമത്തെ തിയറം എന്താണ് നമ്മൾ പഠിച്ചത്? അതായത് ഒരു a line from the vertex to the opposite side divide the area of the triangle and the opposite side in the same ratio. അതായത് ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ലൈൻ വരച്ചാൽ നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ലൈൻ വരച്ചാൽ ഈ ലൈൻ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ഓപ്പോസിറ്റ് സൈഡിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും? ഒരേ റേഷ്യോ ഡിവൈഡ് ചെയ്യും. അതുപോലെ ഇനി നമുക്ക് ഒരു തിയറി കൂടെ പഠിക്കണം. നോക്കി ആ തിയറി ഇതാണ്. നോക്കി ശ്രദ്ധിച്ചിരിക്കണം എല്ലാവരും. നോക്കി ഒരു ട്രയാങ്കിൾ ABC എന്നൊരു ട്രയാങ്കിൾ. ഇതിനകത്ത് നോക്കിയതാണ് ഈ വെർട്ടെക്സ് ഞാൻ എന്ത് വരച്ചു? നോക്ക്, ഒരു ആംഗിൾ ബൈസെക്ടർ ആണ്. നോക്കി, ഈ ഏഡിയുടെ പ്രത്യേകത എന്താണ്? AD ഒരു ആംഗിൾ ബൈസെക്ടർ ആണ്. AD എന്താണ്? ഒരു ആംഗിൾ ബൈസെക്ടർ ആണ്. AD എന്താണ്? ഒരു ആംഗിൾ ബൈസെക്ടർ. എന്താ ആംഗിൾ ബൈസെക്ടർ എന്ന് വെച്ചാൽ നോക്കി, ഈ ആംഗിളിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈൻ വിളിക്കുന്ന ഒരു ആംഗിളിനെ നോക്കിയതാണ് ഒരു ആംഗിൾ. ഇതിന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈൻ വിളിക്കുന്ന പേരാണ് എന്ത്? ആംഗിൾ ബൈസെക്ടർ. അപ്പൊ നമുക്ക് ഈ ഫിഗറിനകത്ത് AD ഈ ആംഗിൾ എന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പൊ നമ്മുടെ തിയറി ഇതാണ്, ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് നമ്മൾ എന്താണ് വരയ്ക്കുന്നെങ്കിൽ ഒരു ആംഗിൾ ബൈസെക്ടർ ആണ് വരയ്ക്കുന്നെങ്കിൽ. ശ്രദ്ധിച്ചു എല്ലാവരും, ഒരു ട്രയാങ്കിളിന്റെ ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് നമ്മൾ എന്ത് വരയ്ക്കാണ്? ആംഗിൾ ബൈസെക്ടർ ആണ് വരയ്ക്കുന്നതെങ്കിൽ. അപ്പൊ നമുക്ക് ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് നമ്മൾ എന്ത് വരയ്ക്കാണ്? ആംഗിൾ ബൈസെക്ടർ ആണ് വരയ്ക്കുന്നതെങ്കിൽ നോക്കി, ഈ ആംഗിൾ ബൈസെക്ടർ നോക്കി ഓപ്പോസിറ്റ് സൈഡിനെ എങ്ങനെ ഡിവൈഡ് ചെയ്തെങ്കിൽ നോക്കിയാൽ ഇത് ഡിവൈഡ് റേഷ്യോ. അതായത് നോക്കി, ഈ ആംഗിൾ ബൈസെക്ടർ ഈ സൈഡിന് ഡിവൈഡ് ചെയ്ത റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ആംഗിൾ ഉണ്ടല്ലോ, ഈ ആംഗിളിന്റെ സൈഡ് ഇപ്പോൾ ഇതാണ്. നോക്കി, ഈ ആംഗിളിന്റെ ഈ ഒരു സൈഡ് 5ഉം ഒരു സൈഡ് 6ഉം ആണ്. നോക്കിയതാണ്ട് ABC എന്നൊരു ട്രയാങ്കിൾ. അതിനകത്ത് AD എന്താണ്? ആംഗിൾ AD എന്താണ്? ആംഗിൾ ബൈസെക്ടർ ആണ്, ആണല്ലോ. അപ്പൊ നമ്മുടെ തിയറി ഇതാണ്, ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് നമ്മൾ എന്ത് വരയ്ക്കുവാണെങ്കിൽ ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുവാണെങ്കിൽ ആ ആംഗിൾ ബൈസെക്ടർ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ, അതായത് ഇത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ആംഗിളിന്റെ സൈഡിന്റെ റേഷ്യോ ഈക്വൽ. ഇവിടെ നോക്കി, ആംഗിളിന്റെ സൈഡിന്റെ റേഷ്യോ എത്രയാണ്? 5:6. നമുക്ക് ഇതാണ് ആംഗിൾ. ആംഗിളിന്റെ സൈഡ് എത്ര? 5ഉം 6ഉം ആണ്. അപ്പൊ അതിന്റെ റേഷ്യോ എന്താണ്? 5:6 ആണെങ്കിൽ നോക്കി, ഈ ആംഗിൾ ബൈസെക്ടർ ഇതിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്തായിരിക്കും? 5:6 ആയിരിക്കും. ഇതാണ് നമുക്ക് പഠിക്കാൻ മൂന്നാമത്തെ തിയറം. കേട്ടല്ലോ? അപ്പൊ എല്ലാവരും ഓർത്തിരിക്കും എന്താണ് നമ്മുടെ മൂന്നാമത്തെ തിയറം? എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സ് നമ്മൾ എന്ത് വരയ്ക്കുകയാണെങ്കിൽ ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ, ഒരു ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് ചെയ്യുന്ന ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ആ ആംഗിൾ ബൈസെക്ടർ ആ ട്രയാങ്കിളിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ നോക്കി നമ്മൾ വരച്ച എങ്ങോട്ടാണ് വരയ്ക്കുന്നത്? ഇവിടെ നോക്കി, ഇവിടെ ഇങ്ങോട്ടല്ലേ വരയ്ക്കുന്നത്. ഈ സൈഡിനെ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ ആംഗിളിന്റെ സൈഡുകളുടെ റേഷ്യോക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ മൂന്ന് തിയറി എല്ലാവരും എന്ത് ചെയ്തിരിക്കുക? ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കാം. So in the picture below, the side AC of the triangle ABC is extended to D. Okay, and in the figure, side AC of triangle ABC extended to എന്താണ്? D. By adding the length of the side CB, by adding the length of the side CB എന്ന് വെച്ചാൽ നോക്കിയതാണ്ട് നമ്മുടെ ABC എന്നൊരു ട്രയാങ്കിൾ, അതിന്റെ AC എന്നുള്ള സൈഡ് നോക്കി എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത്? ഡിയിലോട്ട് എന്ത് ചെയ്ത്? എക്സ്റ്റെൻഡ് ചെയ്ത്. ഇനി എക്സ്റ്റെൻഡ് ചെയ്ത ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, ഈ CD എന്നുള്ള ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആണ്? BCക്ക് ഈക്വൽ ആണ്. അതായത് ഇവിടെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താണ് ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് എന്തിന് ഈക്വൽ ആണ്? BCക്ക് ഈക്വൽ ആണ്. എന്തിന് ഈക്വൽ ആണ്? BC എന്നുള്ള സൈഡിന് ഈക്വൽ ആണ്. Then the line through C parallel to CB. Then the line parallel to C
then the line parallel to C ഇനി പറഞ്ഞാണ്ട് the DB എന്നുള്ള ലൈൻ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈന് പാരലൽ ആയിട്ട് നോക്കിയേ, C കൂടെ ഒരു പാരലൽ ലൈൻ വരച്ച് അത് AB വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്താണ്? E ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കിയേ, ABC എന്നുള്ള ട്രയാങ്കിൾ അതിന്റെ AC എന്നുള്ള സൈഡ് ഡിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഈ എക്സ്റ്റെൻഡ് ചെയ്ത ലെന്ത് ഉണ്ടല്ലോ അത് എന്തിന് ഈക്വൽ ആണ്? BC ക്ക് ഈക്വൽ ആണ്. ഇനി നോക്കി ഇതാണ്ട് C കൂടെ ഒരു പാരലൽ ലൈൻ വരച്ച് എങ്ങനെ ഏതിന് പാരലൽ ആയിട്ടാണ്? BD എന്നുള്ള ലൈന് പാരലൽ ആയിട്ട് C കൂടെ ഒരു പാരലൽ ലൈൻ വരച്ച് അത് AB മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്താ പറയുന്നത്? E എന്ന് പറഞ്ഞ പോയിന്റ്. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പ്രൂവ് ദാറ്റ് C bisect angle C. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നോക്കിയതാണ്ട് C എന്നുള്ള ലൈൻ ദാണ്ട് ആംഗിൾ C ഉണ്ടല്ലോ ബൈസെക്ട് ചെയ്ത് തെളിയിക്കണം. അതായത് നോക്കി ഈ ആംഗിൾ എന്ത് ചെയ്ത് തെളിയിക്കണം? ബൈസെക്ട് ചെയ്ത് തെളിയിക്കണം. അപ്പൊ നോക്കി നമ്മൾ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിയതാണ്ട് അതാണ്ട് ഈ CE എന്നുള്ള ലൈൻ ആംഗിൾ C എന്ത് ചെയ്ത് തെളിയിക്കണം? ബൈസെക്ട്. എന്താ ബൈസെക്ട് ചെയ്യാന്ന് വെച്ചാൽ അതായത് നോക്കി ഒരു ആംഗിൾ ബൈസെക്ട് ചെയ്യാന്ന് വെച്ചാൽ നോക്കി ഈ രണ്ട് ആംഗിൾ എന്തായിരിക്കണം? നമുക്കറിയാം ഒരു ആംഗിളിനകത്ത് നമ്മൾ ബൈസെക്ട് വരയ്ക്കുമ്പോൾ രണ്ട് ആംഗിൾ ഉണ്ടായി. ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഇത് ബൈസെക്ട് ചെയ്യുന്നത് പറയാൻ പറ്റത്താണല്ലോ. അപ്പൊ ബൈസെക്ട് ചെയ്യാന്ന് തെളിയിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വേണ്ട ഈ രണ്ട് ആംഗിൾ എന്താന്ന് തെളിയിക്കണം? ഈക്വൽ ആണെന്ന് തെളിയിക്കണം. ഈ രണ്ട് ആംഗിൾ എന്താന്ന് തെളിയിക്കണം? ഈക്വൽ ആണെന്ന് തെളിയിക്കണം ആണല്ലോ. അപ്പൊ നോക്കി ഞാൻ ഇത് തെളിയിക്കാം. നോക്കി ഞാൻ വേണ്ടേ ഈ ആംഗിൾ X എന്ന് എടുത്ത് ഈ ആംഗിൾ എന്നെടുത്ത് അതായത് ലെറ്റ് ആംഗിൾ ACE എങ്ങനെ എടുത്ത്? X എന്ന് എടുത്ത് ആംഗിൾ ACE എങ്ങനെ എടുത്ത്? X എന്ന് എടുത്ത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? CE പാരലൽ ടു എന്താണ്? BD ആണ്. അതായത് നോക്കി CE BD എന്ത് ലൈൻസ് ആണ്? പാരലൽ ലൈൻസ് ആണ് നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. CE BD എന്ത് ലൈൻസ് ആണ്? പാരലൽ ലൈൻസ് ആണ് നമ്മളിത് പറഞ്ഞത്. അങ്ങനെയാണ് നോക്കിയേ ഈ രണ്ട് ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? ഈ ആംഗിളിന്റെ ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താണ്? ഈ രണ്ട് ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അതായത് നോക്കിയേ ആംഗിൾ ACയും ആംഗിൾ Dയും എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. നമുക്കറിയാം രണ്ട് പാരലലിന്റെ കറസ്പോണ്ടിങ് ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്കറിയാം ആംഗിൾ ACE = ആംഗിൾ D. റീസൺ എന്താണ്? കറസ്പോണ്ടിങ് ആംഗിൾസ് ആണല്ലോ. ഇനി നോക്കിയേ, അപ്പൊ നോക്കി ഇത് X ആണ്. അപ്പൊ നമുക്കറിയാം ഇത് എന്താണ്? X ആണ്. കാരണം നമുക്കറിയാം ഈ രണ്ട് ആംഗിൾ എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇത് X ആണ്. ഇത് എന്ത് തന്നെ ആയിരിക്കും? X ആയിരിക്കും. ഇനി നോക്കിയേ നമുക്കറിയാം ഇത് എന്ത് ട്രയാങ്കിൾ ആണ്? നോക്കിയേ ട്രയാങ്കിൾ BCD നമുക്ക് എടുക്കാം. ട്രയാങ്കിൾ BCD എടുക്കാം. നോക്കിയേ ഇതിനകത്ത് നോക്കിയേ BCയും CD എന്താണ്? ഈക്വൽ സൈഡുകളാണ്. BCയും CD എന്താണ്? ഈക്വൽ സൈഡുകളാണ് അല്ലയോ? നോക്കി നമുക്കറിയാണ്ട് ഇതിനകത്ത് നോക്കി BCയും CD എന്താണ്? ഈക്വൽ സൈഡുകളാണ്. അപ്പൊ നമുക്കറിയാം ഇതാ നോക്കി BCD ഈസ് ആൻ എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. BCD ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. കാരണം നോക്കാണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞ നോക്കി ഇവിടെ നമ്മോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത ഈ ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആണ്? BC ക്ക് ഈക്വൽ ആണ്. അപ്പൊ നമുക്കറിയാം BCയും CD എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ ഇതെന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. നമുക്കറിയാം ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. നമുക്ക് ഈ രണ്ട് സൈഡുകളിൽ ഈക്വൽ സൈഡ് അതിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഇതും ഇതുമാണ്. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം BCD ഐസോസെലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ആംഗിൾ CBD = എന്താണ്? ആംഗിൾ D ആണ് അല്ലയോ? CBD = എന്താണ്? ആംഗിൾ D ആണ്. അപ്പൊ നമുക്ക് കിട്ടിയതാണ് ഈ രണ്ട് ആംഗിൾ എന്താണ് കിട്ടി? ഈക്വൽ ആണ്. അപ്പൊ ഇത് X ആണ്. ഇതെന്ത് തന്നെ ആയിരിക്കും? X ആയിരിക്കും. ഇനി നോക്കി നമുക്ക് വീണ്ടും അറിയാണ്ട് ഈ രണ്ട് ലൈൻ എന്ത് ലൈനാണ്? പാരലൽ ലൈൻസ് ആണ്. അതായത് ECയും BD എന്ത് ലൈൻസ് ആണ്? പാരലൽ ലൈൻസ് ആണ്. അതിനകത്ത് നോക്കിയതാണ്ട് ഈ രണ്ട് ആംഗിൾ പ്രത്യേകത എന്താണ്? നമുക്കറിയാം ഈ രണ്ട് ആംഗിൾ എന്ത് ആംഗിൾസ് ആണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ആണ്. നോക്കിയേ ഈ രണ്ട് ലൈൻ പാരലൽ ആണ്. നോക്കിയേ അതിന്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് അല്ലേ ഇത് രണ്ടും? നമുക്കറിയാം രണ്ട് പാരലൽ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് നമുക്കറിയാം എന്താണ്? ആംഗിൾ ECB = ആംഗിൾ CBD. കാരണം എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. എന്താണ്? ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. അപ്പൊ നമുക്ക് കിട്ടി ആംഗിൾ ECB ആംഗിൾ CBD എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ നോക്കി ഇത് X ആണ് നമുക്ക് കിട്ടി. അങ്ങനെ ഇത് എന്താണ്? X ആണ് കിട്ടി. അപ്പൊ നോക്കി ഇതെല്ലാം ചെയ്തതാണ്. അപ്പൊ നോക്കി നമുക്ക് അവസാനം കണ്ട് ഇതിനകത്തെല്ലാം നമുക്ക് എന്ത് കിട്ടി? ഈ രണ്ട് ആംഗിൾ എന്താണ്? ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? ആദ്യം നമുക്ക് കിട്ടിയതാണ് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആയി. ഇനി ഇത് രണ്ടും ഈക്വൽ ആയി. ഇത് രണ്ടും എന്തായി? ഈക്വൽ ആയിട്ട് വന്നല്ലയോ? അപ്പൊ നമുക്ക് ഇത് രണ്ടും എന്താന്ന് പറയാം? ഈക്വൽ ആന്ന് പറയാം. പറഞ്ഞുകൂടായോ? അപ്പൊ നോക്കിയേ
from 1 2 and 3. അതായത് ഈ മൂന്ന് സാധനം, അതായത് നമുക്ക് ആദ്യം കിട്ടാണ്ട് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ് കിട്ടി. രണ്ടാം നമുക്കറിയാം ഇതാണ് ഈ രണ്ട് ആംഗിൾ എന്താണ് ഇത് ഈക്വൽ ആണ് കിട്ടി. മൂന്നാമതാണ് ഈ രണ്ട് ആംഗിൾ എന്താണ് ഇത് ഈക്വൽ ആണ് കിട്ടി. അപ്പൊ ഈ മൂന്ന് കാര്യത്തിൽ നമുക്ക് മനസ്സിലായി എന്താണ് ഈ രണ്ട് ആംഗിൾ എന്താന്ന് കിട്ടി ഈക്വൽ. അതായത് ആംഗിൾ ACE ഈക്വൽ ടു ആംഗിൾ BCE ആണ് നമുക്ക് എന്ത് കിട്ടി മനസ്സിലായി. അപ്പൊ നമുക്ക് കിട്ടിയതാണ് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണല്ലോ. അങ്ങനെ നമുക്ക് പറയാം therefore CE bisect angle C. അതുകൊണ്ടാണ് C എന്നുള്ള ലൈൻ ആംഗിൾ C എന്ത് എന്ന് പറയാം ബൈസെക്ട് എന്ന് പറയാം. നോക്കിയേ എന്താണ് ഇങ്ങനെ നോക്കിയതാണ് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ് കിട്ടിയില്ലയോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം C എന്നുള്ള ലൈൻ എന്താണ് ആംഗിൾ C എന്ത് ചെയ്ത് ബൈസെക്ട് എന്ന് പറയാൻ പറ്റും. അതിനകത്ത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് describe how this can be used to divide an 8 centimeter long line in the ratio 3:4. Sorry, 3:4 അല്ല 4:5. ഇപ്പൊ നിങ്ങൾക്ക് പറയണം ഓക്കെ അങ്ങനെയാണ് ഈ മെത്തേഡ്. ഇപ്പൊ നമ്മൾ ചെയ്ത മെത്തേഡ് ഉണ്ടല്ലോ, ഇപ്പൊ പടം വരച്ചില്ലേ, അതേ മെത്തേഡ് ഉപയോഗിച്ച് നോക്കിയേ 8 സെന്റിമീറ്റർ നീളമുള്ള ലൈനെ 4:5 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. അതായത് ആ 8 സെന്റിമീറ്റർ നീളമുള്ള ലൈനെ 4:5 എന്ന റേഷ്യോ, അതായത് ഇപ്പൊ നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കി ഇത് എങ്ങനെ ചെയ്യണം. ഇപ്പൊ നിങ്ങളുടെ പറയണം നോക്കി 8 സെന്റിമീറ്റർ ലൈനെ 4:5 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യാൻ പറയുന്നത് ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? സിമ്പിൾ ആണ്. നോക്കി നിങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക 8 സെന്റിമീറ്റർ വരയ്ക്കും. നിങ്ങൾ എന്ത് ചെയ്യുക 8 സെന്റിമീറ്റർ വരയ്ക്കുക. ഇനി നമുക്ക് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എത്രയാണ് 4:5 എന്ന റേഷ്യോയിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇനി നോക്കി ഈ ലൈൻ ഇനി നമുക്ക് എങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടത് 4:5 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ആണല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക നോക്ക് ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ട്രയാങ്കിൾ വരയ്ക്കാൻ അറിയാലോ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഇനി നമ്മൾ വരയ്ക്കാവുന്ന ട്രയാങ്കിൾ സൈഡ് എത്രയ്ക്കായിരിക്കും നോക്കി. നമുക്ക് 8 സെന്റിമീറ്റർ എന്ന ലൈനെയാണ് നമുക്ക് 4:5 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യുക ഇനി ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതിന്റെ ബേസ് എത്ര സെന്റിമീറ്റർ ആയിരിക്കണം നോക്കി. ഇപ്പൊ നമുക്ക് 8 സെന്റിമീറ്റർ ലൈനാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ബേസ് നിങ്ങൾ ആ സൈഡ് കൊടുക്കുക. അപ്പൊ നോക്കി 8 സെന്റിമീറ്റർ ബേസ് ആയിട്ട് എടുക്കുക. ഇനി നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ നോക്കുക 4ഉം 5ഉം ആണ്. 4ഉം 5ഉം ആണ്. അങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്താണ്ട് ഇവിടുത്തെ ഈ സൈഡ് എത്ര വരയ്ക്കുക 4 സെന്റിമീറ്റർ വരയ്ക്കുക. ഈ സൈഡ് എത്ര അടിക്കുക 5 സെന്റിമീറ്റർ അടിക്കുക. മനസ്സിലായല്ലോ. അപ്പൊ നോക്കി നിങ്ങൾക്ക് ഒരു ലൈൻ 8 സെന്റിമീറ്റർ ലൈനെ 4:5 എന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കാണ്ട് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സൈഡ്, അതായത് 8 സെന്റിമീറ്റർ ആണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത്. ആ സൈഡ് നിങ്ങൾ ബേസ് ആയിട്ട് വരയ്ക്കുക. ഇനി നിങ്ങൾക്ക് റേഷ്യോ ഇവിടെ എന്താണ് 4:5 ആണ്. അതിനകത്ത് ഇവിടെ കിടക്കുന്ന റേഷ്യോ ഈ സൈഡായിട്ട് വരയ്ക്കുക. രണ്ടാമത്തെ റേഷ്യോ ഇവിടെ വരയ്ക്കുക. വരച്ചല്ലോ. അപ്പൊ നമ്മൾ ഒരു ട്രയാങ്കിൾ വരച്ച് അതിനകത്ത് ബേസ് എത്ര 8 സെന്റിമീറ്റർ ആണ്. ഈ സൈഡ് 4, ഈ സൈഡ് എത്ര ആണ് 5 ആണ്. ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് എന്ത് ചെയ്ത് കൊടുക്കുക എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങോട്ട് എന്ത് ചെയ്ത് കൊടുക്കുക എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം 5 സെന്റിമീറ്റർ. നമുക്ക് ഇവിടുത്തെ സൈഡ് എത്ര ആണോ അത് വേണം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നോക്കി ഇവിടെ നമുക്ക് 5 സെന്റിമീറ്റർ ആണല്ലോ. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് എത്ര എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക 5 സെന്റിമീറ്റർ എന്ത് ചെയ്ത് കൊടുക്കുക എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഈ രണ്ട് എൻഡ് കൂടെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാം. ഈ രണ്ട് എൻഡ് കൂടെ എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക ചെയ്തല്ലോ. ഇനി നോക്കി ഈ ലൈന് പാരലായിട്ട് ഇതിലൊക്കെ എന്ത് വരയ്ക്കുക ഒരു പാരലൈൻ വരയ്ക്കുക. ഈ ലൈന് പാരലായിട്ട് എന്ത് വരയ്ക്കുക ഇവിടെ ഇങ്ങോട്ട് എന്ത് വരയ്ക്കുക ഒരു പാരലൈൻ വരയ്ക്കുക. നമുക്കറിയാം ഈ ലൈൻ ഇതിന് എന്ത് ചെയ്യും ബൈസെക്ട് ചെയ്യും. നമുക്കറിയാം ഈ ലൈൻ ഇതിന് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത അങ്ങനെ വന്ന പടത്തിനകത്ത് നോക്കി ഈ രണ്ട് ആംഗിൾ എന്താണെന്ന് പ്രൂവ് ചെയ്തായിരുന്നു നമ്മൾ ഈക്വൽ ആണ് പ്രൂവ് ചെയ്തത്. അതായത് നോക്കി ഈ ലൈൻ ഈ ആംഗിൾ എന്താണ് ആംഗിൾ ബൈസെക്ടർ ആണ്. നമ്മൾ നേരത്തെ പഠിച്ച തിയറി ഓർമ്മയുണ്ട്. അതായത് ആ ഒരു ട്രയാങ്കിൾ ഒരു വെർട്ടെക്സ് നമ്മൾ എന്ത് വരയ്ക്കുകയാണെങ്കിൽ ആംഗിൾ ബൈസെക്ടർ ആണ് വരയ്ക്കുന്നതെങ്കിൽ ആ ആംഗിൾ ബൈസെക്ടറിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ ഏത് റേഷ്യോ ഡിവൈഡ് ചെയ്യും
നമ്മൾ നേരത്തെ പഠിച്ചൊരു തിയറി ഉണ്ട്, ഒരു ട്രയാങ്കിൾ ഒരു വെർട്ടെക്സിന് നമ്മൾ എന്ത് വരയ്ക്കുകയാണെങ്കിൽ ഒരു ആംഗിൾ ബൈസെക്ടർ വരയ്ക്കുകയാണെങ്കിൽ ആ ആംഗിൾ ബൈസെക്ടറിന്റെ ഓപ്പോസിറ്റ് സൈഡിനെ എങ്ങനെ ഏത് റേഷ്യയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്? ദാണ്ട് ഈ ആംഗിളിന്റെ സൈഡിന്റെ റേഷ്യോ നോക്കി, ആംഗിളിന്റെ സൈഡ് എത്രയാ? 4ഉം 5 ആണ്. 4ഉം 5 റേഷ്യോ നോക്കി 4:5 ആയിരിക്കും ആണല്ലോ. അതേ റേഷ്യയിലായിരിക്കും നോക്കി ഇതാണ്ട് ഇത് എന്ത് ചെയ്തേക്കുന്നത്? ഡിവൈഡ് ചെയ്ത്. അപ്പൊ നോക്കി അങ്ങനെയാണ് നമ്മൾ ഒരു ലൈൻ എന്ത് ചെയ്യുന്നത്? ആ ഒരു റേഷ്യയിലൊക്കെ ഡിവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പറയുന്നത് എന്താണ്? 8 സെന്റിമീറ്റർ ലൈന് നിങ്ങൾക്ക് പറയാൻ എന്താണ്? 8:16 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്. 8:16 എന്ന റേഷ്യോ എന്ത് ചെയ്യാൻ പറയുന്നത്? ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? നിങ്ങളുടെ പറയാണ് 8 സെന്റിമീറ്റർ ലൈന് 8:16. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനെ നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഇതിനെ എന്ത് ചെയ്ത് നോക്കുക? സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. ഓക്കെ, ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2:4 എന്ന് കിട്ടും. എത്ര കിട്ടും? 2:4 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ നോക്കി 8 സെന്റിമീറ്റർ ലൈനെ 4:5 റേഷ്യോ ഡിവൈഡ് എങ്ങനെയാണെന്ന് മനസ്സിലായി എല്ലാവർക്കും? ഇനി നോക്കി ഞാൻ നിങ്ങളുടെ ചോദിക്കാം. അപ്പൊ നോക്കി നിങ്ങളുടെ പറയാണ് 8 സെന്റിമീറ്റർ ലൈനെ 8:10 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യാൻ പറയുന്നത്? ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്. നിങ്ങളുടെ പറയാണ് 8 സെന്റിമീറ്റർ ലൈനെ 8:10 എന്ന റേഷ്യോയിൽ എന്ത് ചെയ്യാൻ പറയുന്നത്? ഡിവൈഡ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ എങ്ങനെ ഡിവൈഡ് ചെയ്യും? നമ്മൾ നോക്കി ചില ക്വസ്റ്റ്യൻ അതല്ല നോക്കി ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോ നോക്കി ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും? സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്ത് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും എന്തല്ല സിംപ്ലസ്റ്റ് ഫോം ആണോ? അല്ല. റേഷ്യോ നമ്മൾ എപ്പോഴും എന്തായിരിക്കും? സിംപ്ലസ്റ്റ് ഫോമിൽ തരുന്നതായിരിക്കും എന്ന് പറയുന്നത് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനൊന്നും കൂടെ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ. നമുക്കറിയാം 8:10 എന്ന് വെച്ചാൽ എന്താണ്? 4:5 ആണെന്നറിയാം അല്ലേ? ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4:5 എന്ന് അറിയും. അപ്പൊ ആ രീതി വേണം നിങ്ങൾ പറയും. ഇപ്പൊ നിങ്ങളുടെ പറയാണ് 8 സെന്റിമീറ്റർ 8:10 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ അതിനെ എന്താക്കുക? ആ റേഷ്യോ എന്തിലോട്ട് മാറ്റുക? 4:5 എന്ന റേഷ്യോയിലോട്ടൊക്കെ മാറ്റിയിട്ട് വേണം ചെയ്യാൻ. കേട്ടല്ലോ? ഇനി നിങ്ങളുടെ ചോദിക്കുകയാണ്, can we use a divide 8 centimeter long line in the ratio 3:4? അങ്ങനെയാണ് നിങ്ങളുടെ ചോദിക്കുകയാണ് 8 സെന്റിമീറ്റർ ലൈനെ 3:4 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചേക്കാണ്. അതായത് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ പഠിച്ച മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡ് ഉപയോഗിച്ചിട്ട് 8 സെന്റിമീറ്റർ ലൈനെ 3:4 എന്ന റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? നമുക്ക് ഈ നമ്മൾ പഠിച്ച മെത്തേഡ് വെച്ച് എന്താണ്? ആദ്യം 8 സെന്റിമീറ്റർ വരയ്ക്കുന്നത്, പിന്നെ എന്താണ് 3ഉം 4ഉം നമുക്ക് എന്തായിട്ട് വരയ്ക്കണം? ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. നമുക്കറിയാം ഒരു ട്രയാങ്കിൾ പ്രത്യേകത എന്താണ്? അതിനകത്ത് 2 സൈഡ് കൂട്ടുമ്പോൾ എപ്പോഴും മൂന്നാമത്തെ സൈഡിനെക്കാട്ടി എന്തായിരിക്കണം? വലുതായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റത്തുള്ളൂ? ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യത്തുള്ളൂ. എപ്പോഴും ഒരു ട്രയാങ്കിൾ ഒരു പ്രോപ്പർട്ടിയാണ്. അതായത് 2 ഇമ്പോർട്ടന്റ് പ്രോപ്പർട്ടി. ഒന്നാമത്തെ എന്താ? ഒരു ട്രയാങ്കിളിനകത്ത് 3 ആംഗിളിന്റെ സമപ്പെടുത്തായിരിക്കും 180 ഡിഗ്രി ആയിരിക്കും. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പ്രോപ്പർട്ടിയാണ്. എന്താണ്? ഒരു ട്രയാങ്കിളിനകത്ത് 2 സൈഡുകൾ കൂട്ടുമ്പോൾ അത് മൂന്നാമത്തെ സൈഡിനെക്കാട്ടി എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. ഇപ്പൊ നോക്കി ഇത് വെച്ച് നമ്മൾ അതായത് 8, 3, 4 ഈ 3 സൈഡ് വെച്ച് നമുക്ക് ട്രയാങ്കിൾ വരയ്ക്കേണ്ടത്. ഇത് വെച്ച് ട്രയാങ്കിൾ വരയ്ക്കാൻ നോക്കി ഈ 2 സൈഡോട് കൂട്ടും 3, 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7 വരുന്നല്ലയോ? അത് 8 എന്താണ്? ചെറുതാണ്. ഇത് തന്നിരിക്കുന്ന റേഷ്യോകൾ നോക്കുക. കാരണം നമുക്ക് വേണ്ട ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? നമുക്കിപ്പം 8 സെന്റിമീറ്ററിനെ 3:4 എന്ന റേഷ്യോ ഡിവൈഡ് ചെയ്യേണ്ടത്. പക്ഷെ നോക്കി നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ എന്താണ്? ഈ 3 സൈഡ് വരുന്ന രീതിയിൽ ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടാണ് നമ്മൾ ഈ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ നോക്കി ഈ റേഷ്യോ ആണ് തരുന്നതെങ്കിൽ നമുക്ക് ഇത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ട്രയാങ്കിൾ ഫോം ചെയ്ത്. കാരണം എന്താണ്? 3, 4 കൂടെ കൂട്ടുമ്പോൾ എന്താണ്? 7 വരുന്നത്. 7 എന്ന് പറഞ്ഞാൽ എന്താണ്? 8 ചെറുതാണ്. അപ്പൊ ഒരിക്കലും അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രയാങ്കിൾ ഫോം ചെയ്യാം. അപ്പൊ നോക്കി 8 സെന്റിമീറ്റർ ലൈനെ 3:4 എന്ന റേഷ്യോ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എപ്പോഴും ടെക്സ്റ്റിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കി ഇൻ ദ ഫിഗർ the diagonals of a quadrilateral split it into 4 triangles. Okay, in the figure the diagonals of a quadrilateral split into 4 triangles. In the figure diagonals of a quadrilateral split into 4 triangles. The area of the 3 of them are shown in the figure. അതായത് നോക്കി ഒരു ക്വാഡ്രിലാറ്ററിനെ 2 ട്രയാങ്കിൾ നോക്കി 4 ട്രയാങ്കിൾ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിന്റെ ഏരിയ എത്രയൊക്കെയാണ് പറ? ഇതിന്റെ 60 ആണ്, ഇതിന്റെ 30 ആണ്. ഈ ട്രയാങ്കിൾ ഏരിയ 40 സെന്റിമീറ്റർ സ്ക്വയർ ആണ്. ഇതിന്റെ 60 സെന്റിമീറ്റർ സ്ക്വയർ, ഇത് 30, ഇത് എത്രയാണ്? 40 സെന്റിമീറ്റർ സ്ക്വയർ ആണെങ്കിൽ നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുകയാണ് ഈ ക്വാഡ്രിലാറ്ററിന്റെ മൊത്തം എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. ഈ ക്വാഡ്രിലാറ്ററിന്റെ മൊത്തം എന്ത് കണ്ടുപിടിക്കണം? ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ നോക്കിയേ, ഈ ക്വാഡ്രിലാറ്ററിന്റെ മൊത്തം ഏരിയ കണ്ടുപിടിക്കണം നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ ഏരിയയോട് നമുക്ക് എന്ത് ചെയ്യണം? അറിയണം. കാരണം ഈ ട്രയാങ്കിൾ ഏരിയ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതെങ്ങനെ ചെയ്യും? അപ്പൊ ശ്രദ്ധിച്ചിരുന്നോ? നോക്കിയേ, ഞാൻ ഇതിനൊരു പേരെടുക്കാം. A,
ബി സി ഡി. ഇത് രണ്ടുകൂടെ മീറ്റ് ചെയ്യുന്ന ഈ രണ്ട് ഡയഗണലോടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് O എന്ന് കൊടുക്കുക. പിന്നെ ആദ്യം ചെയ്ത് നോക്കി, ഇതാ ഈ ട്രയാങ്കിൾ, ലെറ്റ് ട്രയാങ്കിൾ AOB ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ സോറി, ലെറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB ഈസ് ഈക്വൽ എങ്ങനെ എടുത്ത് എക്സ് എന്ന് കൊടുക്കും. അതായത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ എടുത്ത് എക്സ് എന്ന് കൊടുക്കും ആണല്ലോ. ഇനി നോക്കിയേ, ഞാൻ ഈ വലിയ ട്രയാങ്കിൾ അതായത് നോക്കി, ഇതിനകത്ത് അതാണ്ട് ABD എന്നുള്ള ട്രയാങ്കിൾ എടുത്തു. നോക്കിയേ, ഇൻ ട്രയാങ്കിൾ ABD, ഇൻ ട്രയാങ്കിൾ ABD നോക്കിയേ, ഏതാണ്ട് A എന്ന വെർട്ടെക്സ് എന്നുള്ള ലൈനിൽ ഇതാ AO എന്ന് പറയുന്ന ലൈൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ തിയറം പഠിച്ചത് എന്താണ്, ഒരു ട്രയാങ്കിളിന്റെ ഒരു വെർട്ടെക്സിൽ നിന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈൻ ആ ട്രയാങ്കിളിന്റെ ഏരിയയും ഓപ്പോസിറ്റ് സൈഡിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും, ഒരേ റേഷ്യോ ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് വരാണ്ട്, അപ്പൊ നോക്ക്, ഏരിയ ഓഫ് ട്രയാങ്കിൾ AOD ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ AOB. അതായത് നോക്കി, ഈ രണ്ട് ട്രയാങ്കിൾ ഏരിയയുടെ റേഷ്യോ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, എന്താണ്ട് ഈ BD എന്നുള്ള സൈഡ് ഡിവൈഡ് ചെയ്ത റേഷ്യോ ആയിരിക്കും. BD എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്, OD OB ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഈക്വൽ നമുക്ക് എന്താണ്, OD ഈസ് ടു OB എന്ന് പറയാം, അല്ലയോ. അതായത് നമുക്ക് ഇതിന്റെ ഏരിയ എത്രയാണ്, 60 ആണ്. ഇതിന്റെ ഏരിയ എന്താണ്, X. അതായത് 60 ഈസ് ടു X ഈസ് ഈക്വൽ ടു OD ഈസ് ടു OB എന്ന് പറയാം. ഒന്നും ഇടാം, അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഇടാം. അതായത് നോക്കി, ADB എന്നുള്ള ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ A എന്താണ്, ഈ വെർട്ടെക്സ് നമ്മൾ ലൈൻ അല്ലയോ. അപ്പൊ നമ്മൾ പഠിച്ച ഒരു ട്രയാങ്കിൾ ഒരു വെർട്ടെക്സിന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ലൈൻ വരച്ചാൽ ആ ലൈൻ ആ ട്രയാങ്കിളിന്റെ ഏരിയ ഓപ്പോസിറ്റ് എങ്ങനെ ഡിവൈഡ് ചെയ്യും, ഒരേ റേഷ്യോ ഡിവൈഡ് ചെയ്യും. അപ്പൊ അതാണ് ഇവിടെ എഴുതിയത് എന്താണ്, 60 X ഈസ് ഈക്വൽ ടു OD ഈസ് ഈക്വൽ ടു OB എന്ന് എഴുതി. ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ ഇതാണ് BDC എന്നുള്ള ട്രയാങ്കിൾ. ഇൻ ട്രയാങ്കിൾ BDC, ഇൻ ട്രയാങ്കിൾ BDC നോക്കാണ്ട് C എന്നുള്ള വെർട്ടെക്സ് എന്നുള്ള ലൈനിൽ ഇതാ ഇതെന്ന് പറയുന്നത് ആണോ. അപ്പൊ നമുക്ക് ഈ ലൈൻ ഈ ട്രയാങ്കിൾ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതാണ്, ഈ ട്രയാങ്കിൾ ഇതാണ്, ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ഓപ്പോസിറ്റ് എങ്ങനെ ഡിവൈഡ്, ഒരു റേഷ്യോയിലായിരിക്കും ഇതിൽ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ BDC ഏരിയ ഓഫ് ട്രയാങ്കിൾ COD ഈസ് ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ BOC ഈസികൾ എന്തായിരിക്കും പറ, OD ഈസ് ടു OB ആയിരിക്കും. നോക്കുതാണ്ട് ആ ട്രയാങ്കിൾ എടുക്കുമ്പോൾ നോക്കുതാണ്ട് അതിന് ഡിവൈഡ് റേഷ്യോ നോക്ക്, OD ഈസ് ടു OB ആയിരിക്കും. നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം, രണ്ടും എടുക്കാം. നോക്കാം, സോറി, ഇതിന്റെ ഏരിയ എന്താണ് 30 ആണ്, ഇതിന്റെ ഏരിയ എന്താണ് 40 ആണ്. അപ്പൊ നമുക്കറിയാം ഇതിന് സിംപ്ലിഫൈ 30-40 സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് എത്ര 3:4 ഉണ്ട്. അതായത് OD ഈസ് ഈക്വൽ ടു OB ഈസ് ഈക്വൽ എത്രയാണ് കിട്ടി, സോറി, OD ഈസ് ഈക്വൽ OB എത്രയാണ് കിട്ടി, 3:4 ആണ് കിട്ടി. നമുക്ക് കിട്ടി OD ഈസ് ഈക്വൽ OB എന്താണ് കിട്ടി, 3:4 ആണ് കിട്ടി. അങ്ങനെ നോക്കി, ഇതിനകത്ത് നോക്കുന്നുണ്ട് 60 ഈസ് ഈക്വൽ നമുക്ക് എന്തറിയാം, OD ഈസ് ഈക്വൽ ടു OB എന്നറിയാം. ഇനി നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. നോക്കി, OD ഈസ് ഈക്വൽ ടു OB എന്താണ്, 3:4 ആണ് നമുക്ക് കിട്ടി. OD ഈസ് ഈക്വൽ ടു OB എന്താണ് കിട്ടി, 3:4 ആണ് കിട്ടി. അപ്പൊ നോക്കി, ഇത് ഈ ഇക്വേഷനകത്ത് OD ഈസ് ഈക്വൽ ടു OB ഞാൻ എന്തെടുക്കുന്നത്, 3:4 എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ, ഇല്ല. കാരണം എന്താ, നോക്കി, OD ഈസ് ടു OB ഡിവൈഡ് റേഷ്യോ എന്താണ്, 3:4 ആണ് നമുക്കറിയാം. അപ്പൊ നോക്കി, ഇതിനകത്ത് എന്താണ് ഇവിടെ നോക്കിയിരിക്കണം. അപ്പം ഓക്കെ, 60 ഈസ് ടു X ഈസിക്കൽ എന്താന്ന് പറയാം, 3:4 എന്ന് പറയാം. കാരണം നോക്കിയേ, OD ഈസിക്കൽ ടു OB എത്ര, സോറി, OD ഈസ് ടു OB എത്രയാണെന്ന് അറിയാം, 3:4 ആണെന്ന് അറിയാം. നമുക്ക് ഏതാണ്ട് 60 X ഈസിക്കൽ എന്താന്ന് പറയാം, 3:4 ആണെന്ന് അറിയാം. അപ്പൊ നോക്കി, ഇനി ഇതിനകത്ത് X ന്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ പോരെ. എങ്ങനെ കണ്ടുപിടിക്കും പറ. അതാണ്ട് ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 60/X ഈസിക്കൽ ടു 3/4 എന്ന് എഴുതാം. റേഷ്യോ ഏതാ ഇങ്ങനെ എഴുതാം. ഇനി എന്ത് ചെയ്യണം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയായിട്ട് പറ, 60 × 4 ഈസിക്കൽ ടു 3 × X എന്ന് കിട്ടി. അതായത് 240 ഈസിക്കൽ ടു 3x. അങ്ങനെയാണ് X ന്റെ വാല്യൂ എത്ര ആയിരിക്കും പറ, X ഈസിക്കൽ ടു 240/3 ചെയ്യുമ്പോൾ എത്ര കിട്ടി, 80 കിട്ടി. അപ്പൊ അതാണ്ട് ഇതിന്റെ ഏരിയ എത്രയാണെന്ന് കിട്ടി, 80 cm² ആണ്. ഇതിന്റെ ഏരിയ എത്രയാണെന്ന് കിട്ടി, 80 cm² ആണ് കിട്ടി. അങ്ങനെ ഇനി നമുക്ക് ലാസ്റ്റ് കണ്ടുപിടിക്കുന്നത് എന്താണ്, ഏരിയ ഓഫ് കോട്ടിലാറ്ററൽ ABCD, ഏരിയ ഓഫ് കോട്ടിലാറ്ററൽ ABCD നോക്കി. ഈ 4 ട്രയാങ്കിൾ കൂട്ടിയപ്പോൾ എത്ര, 60 + 80 + 30 + 40 ചെയ്യുമ്പോൾ എത്ര പറ, 140 170 210 cm². അപ്പൊ ഇതിന്റെ ഏരിയ എത്ര ആണ് കിട്ടി, 210 cm² ആണ് കിട്ടി. നോട്ടുകളെല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അപ്പൊ ഇത് ഈ ക്ലാസ് എല്ലാം ശ്രദ്ധിച്ച് കാണുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.